അനുഭവിച്ചുകൊണ്ടിരുന്ന കാശ് കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മളെല്ലാം രക്ഷകർത്താക്കൾ മക്കളുടെ കാര്യം ശ്രദ്ധിക്കാറില്ല. അത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അംലി, യു ആർ സോ ലക്കി. യു ആർ ടാലൻറ്റഡ്, ബട്ട് അറ്റ് ദ സെയിം ടൈം you have a father like him, you have a mother like him, you have a group of family around you who are supporting you like anything. മനസ്സിലായല്ലേ? അപ്പോൾ അത് ഓർത്ത് എന്നും അഭിമാനിക്കണം, സന്തോഷിക്കണം. യു ആർ ഗ്രേറ്റ്ഫുൾ ടു ദം. അപ്പം ഇതൊന്നും ഞാൻ ഈ പറഞ്ഞത് എല്ലാവരെയും ബാധിക്കണമെന്നില്ല. എല്ലാവരും പല രീതിയിൽ ചെയ്യുന്നവരിക്കും. ഞാൻ എന്നാലും നിങ്ങളുടെയൊക്കെ അറ്റൻഷൻ ആ ഒരു രീതിയിൽ കൊണ്ടുപോകുന്നതേ ഉള്ളൂ. പിന്നെ ഈ സ്കൂളിൻ്റെ ഒരു സറൗണ്ടിങ്സ്, ഈ സ്കൂളിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ, ടീച്ചേഴ്സിൻ്റെ ഒരു സപ്പോർട്ട്, ഇതെല്ലാം കൂടെ വന്നപ്പോഴാണ് അംലിയിലേക്ക് ഈ പറഞ്ഞ കണക്ക് ഇങ്ങനെയൊരു ലിറ്ററേച്ചർ അത് വന്നത്. എഴുതാനുള്ള കഴിവുകൾ, ആ കൃത്യമായിട്ടുള്ള വേർഡ്സുകൾ, വാട്ട് ഷി ഹാസ് സീൻ. നമുക്കെല്ലാവർക്കും കവിത എഴുതാൻ പറ്റണമെന്നില്ല കേട്ടോ, നമുക്കെല്ലാവർക്കും എഴുതാനും പറ്റണമെന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ കാണുന്ന ഒരു പൂവ് അതൊരു എഴുത്തുകാരൻ, ഒരു കവിയുടെയോ കവിയത്രിയുടെയോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ കാഴ്ചയിൽ കാണുമ്പോൾ ആ പൂവിന് വേറെ ആംഗിളാണ്, വേറെ മാനമാണ്. ആ പൂവിനെ മാത്രമായിരിക്കത്തില്ല കാണുന്നത്, ആ പൂവിലൂടെ ഒരു ജീവൻ കാണുകയാണ്, ഈ ലോകത്തെ മുഴുവൻ കാണുകയാണ്. അതാണ് അമലിയുടെ ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പല സ്റ്റോറീസിലും വൈ എന്ന് പറയുമ്പം അതിനകത്ത് കാണുന്നത് വിഷാദമാണ്. ഐ ഡോണ്ട് നോ വെദർ ഷീ ആക്ച്വലി ഇൻ്റർപ്രറ്റഡ് ലൈക്ക് ദാറ്റ്. പക്ഷേ നമ്മുടെ പല ആംഗിളുണ്ട്. ലവ് ഉണ്ട്, മദർ നേച്ചറിനെ കുറിച്ച് നന്നായിട്ട് തന്നെ വർണ്ണിച്ചിട്ടുണ്ട്. അവിടെ ഒരാംഗിൾ, ഒരു കുട്ടി ഏതൊക്കെ കാലഘട്ടത്തിലൂടെ കടന്നു പോകാമോ ആ കാലഘട്ടങ്ങളെല്ലാം ടച്ച് ചെയ്തിട്ടുണ്ട് അംലിയുടേതായ വേർഡ്സിലൂടെ. അതിനകത്തൊരു വിഷാദവും വന്നിട്ടുണ്ട്. മീൻസ് ഡിപ്രഷൻ. ഫോർ യു ഇറ്റ്സ് ഡിപ്രഷൻ. ഈ ഡിപ്രഷൻ എന്ന് പറയുന്നതും നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ബാധിച്ചിട്ടുള്ളൊരു വിഷയമാണ്. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് 2 മരണം എൻ്റെ മണ്ഡലത്തിൽ നടന്നത് പ്രായമുള്ളവരാണ്, വിഷാദം കൊണ്ട് മരിച്ചവരാണ്. വിഷാദം ഈസ് അൺഅറ്റൻഡഡ്. അത് നമ്മൾ ഈ സമൂഹം തന്നെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. നമുക്കെല്ലാവരും വിഷാദം വരും, ചെറിയൊരു ഡിപ്രഷൻ വരും, നമ്മൾ ആ മൂഡിനെ ഒന്ന് ശരിയാക്കും. പക്ഷേ പാശ്ചാത്യരൊന്നും അങ്ങനെയൊന്നും അല്ല. നിങ്ങളുടെ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ഒരു മൂഡ് ഓഫ്, പഠിക്കാൻ പറ്റുന്നില്ല, സംതിങ് ഡിസ്ട്രാക്റ്റിംഗ് യു. സോ ഇൻ വെസ്റ്റേൺ കൺട്രീസ്, ഇൻ UK, യൂറോപ്പ്, അമേരിക്ക, parents used to take you to the psychiatrist or psychologist. Students counselors ഉണ്ട്. മസ്റ്റ് ബി ടേക്കൺ ടു വിദ്യാഭ്യാസത്തിലോ അല്ലെങ്കിൽ സ്പോർട്സിലോ അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസിലോ എന്തെങ്കിലും ഏറ്റക്കുറിച്ചിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് വാട്ട് ദി ഡു ഈസ് ഒരു സ്റ്റുഡൻസ് ഒരു സൈക്കോളജി കൗൺസിലിംഗ് നടത്തും. ഇവിടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലോ നമ്മളെ ബ്രാൻഡ് ചെയ്യും. ഓ വട്ടനാണ്, വട്ട എന്ന് പറയുന്ന കണക്ക് തരംതിരുത്തി കളയും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ, മൈന്യൂട്ട് കാര്യങ്ങളെ വരെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സമൂഹം ഈ ലോകത്തും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ഒരു തിരിച്ചറിവ് പോലും പല കുട്ടികൾക്കോ മുതിർന്നവർക്കോ നമുക്ക് ആർക്കും ഉണ്ടാകുന്നില്ല. അതിനെ നമ്മൾ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് പല അപകടങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. പക്ഷെ ഒരു കുട്ടിയുടെ കാഴ്ചയിൽ, അംലിയെ പോലൊരു സ്കൂൾ കുട്ടിയുടെ കാഴ്ചയിൽ അതും വന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നതാണ്. മനസ്സിലായില്ലേ? അത് ഇറ്റ് ഹാപ്പൻസ് ഓൺലി വിത്ത് ടാലൻറ്റഡ് പീപ്പിൾ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും കഥ എഴുതാൻ പറ്റത്തില്ല, എല്ലാവർക്കും കവിത എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് അംലിയുടെ ക്രിയേഷൻസ് നമ്മൾ അങ്ങനെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് യു ഹാവ് യുവർ ഓൺ ടാലൻറ്റ്. ഭിന്നശേഷിക്കാരെന്നാണ് പറയുന്നത്. അത് അംഗവൈകല്യമുള്ളവർ മാത്രമല്ല, വി ആർ ഓൾ ഭിന്നശേഷിക്കാർ. നമുക്ക് നമ്മളുടേതായ ചെറുതും വലുതുമായിട്ടുള്ള കഴിവുകളുണ്ട്. ആ കഴിവുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അത് ഐഡൻറ്റിഫൈ ചെയ്യുക. പറ്റുമെങ്കിൽ അതിൽ തന്നെ നമ്മൾ നമ്മളെ റിസർച്ചസും പോസ്റ്റ് ഗ്രാജുവേഷൻസും വിദ്യാഭ്യാസവും ഒക്കെ ചെയ്യുക. സോ ദാറ്റ് യു ക്യാൻ. അതിൻ്റെ ഗുണം എന്താണെന്നറിയോ? നമ്മൾ ചെയ്യുന്ന നാളെ നമ്മുടെ ജോലി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തിയിലാണ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ എക്സൽ. മനസ്സിലായല്ലേ? അതല്ല സമൂഹം പറയുന്ന രീതിയിൽ, രക്ഷകർത്താക്കൾ പറയുന്ന രീതിയിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ എടുക്കുന്നതെങ്കിൽ, അതിനനുസരിച്ചൊരു ജോലിയാണ് എടുക്കുന്നതെങ്കിൽ വി വോണ്ട് എൻജോയ് ദറ്റ് ജോബ്. നമ്മൾ ജോലി ചെയ്യും, പക്ഷേ വി വോണ്ട് എൻജോയ് ദറ്റ് ജോബ്. ആൻഡ് നമ്മളൊരു ആവറേജ് സോഴ്സോ ആൾക്കാരായിട്ട് സമൂഹത്തിലങ്ങനെ ജീവിച്ചു പോകും. സോ ദാറ്റ്സ് എ തിങ്. നമ്മൾ ഈ 15-17 വയസ്സ് വരെ ഈ സ്കൂളുകളിൽ പഠിക്കുന്നു. നമുക്കെന്താണ് അടിസ്ഥാനമായിട്ടുണ്ടാകേണ്ടത്? എന്താണ് നമ്മുടെ കഴിവെന്ന് തിരിച്ചറിയുക. ആ കഴിവിനനുസരിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുവാൻ നമുക്ക് സാധിക്കണം. ആ രീതിയിലേക്ക് നമുക്ക് മാറണം. ഇപ്പോൾ അംലിയുടെ ഒരുപാട് കഴിവുകളിൽ ഒരെണ്ണമായിരിക്കാം ഒരുപക്ഷെ ഈ റൈറ്റിംഗ്, പോയട്രി റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ആ കഴിവ് തിരിച്ചറിഞ്ഞുകൊണ്ട് രക്ഷകർത്താക്കളും കൂടെ നിന്നു. മോർ ഇമ്പോർട്ടൻ്റ്ലി ഷീ ഹാഡ് ദ കോൺഫിഡൻസ് ടു പെൻ ഡൗൺ ആൻഡ് പ്രിൻ്റ് ഇറ്റ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്ര പേര് ആ ഒരു ധൈര്യം കാണിക്കുന്നു എന്നുള്ളതും തിരിച്ചറിയണം. അപ്പം വാട്ട് എവർ ഇറ്റ് ഈസ്,
നമുക്ക് ആദ്യം ഉണ്ടാവും നമ്മളെക്കുറിച്ച് തന്നെ ഒരു ഗുഡ് ഫീലിംഗ് ആണ് അല്ലേ. നമ്മൾ ലോകത്ത് ഏറ്റവും വലിയ VIP ആരാന്നറിയോ? ഏറ്റവും വലിയ VIP എത്ര കണ്ട് നമ്മളെ തള്ളി പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ VIP നമുക്ക് നമ്മൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് ഉണ്ടാവണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് തന്നെ ഒരു മതിപ്പുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്കും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ഇടയിൽ നിന്നും വളരെ റോൾ മോഡലായിട്ട് നിങ്ങളുടെ ഒരു സുഹൃത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. യു ക്യാൻ ഡെഫിനറ്റ്ലി കോപ്പി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മഹത് വ്യക്തിത്വം തന്നെയാണ് അമ്ലി ബിജു. ഫ്യൂച്ചറിൽ ഇതുപോലെയുള്ള ക്രിയേഷൻസ് ഇതിലും വലിയ രീതിയിൽ പ്രശസ്തമായ രീതിയിലുള്ള ക്രിയേഷൻസ് ഉണ്ടാവട്ടെ. ലോകം എപ്പോഴും ആരാധിക്കുന്ന ആരെയാണെന്നറിയാവോ? ഏറ്റവും മികച്ച ഡോക്ടറെയാണോ? ഏറ്റവും മികച്ച എഞ്ചിനീയറെയാണോ ലോകം ആരാധിക്കുന്നത്? ഇതിപ്പോൾ ഇങ്ങോട്ട് കയറി വരുമ്പം നിങ്ങളുടെ കണ്ണെല്ലാം എങ്ങോട്ടായിരുന്നു? നിങ്ങളുടെ കണ്ണെല്ലാം ശ്രീ മേജർ രവി സാറിനോടായിരുന്നു. വൈ സോ? ഞാനൊരു ചോദ്യം കൂടെ, വേറൊരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്യൂരിയസിൽ പെട്ടെന്ന് മേജർ രവി സാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഒരു ഡയറക്ടറായിട്ടാണ്, എക്സെപ്ഷനലി ടാലൻറ്റഡ് ഒരു ഡയറക്ടറായിട്ടാണ്. പക്ഷെ നിങ്ങളുടെ കണ്ണിൽ പെട്ടെന്ന് കണ്ടപ്പം ഞാനത് നെവർ എക്സ്പെക്റ്റഡ് കേട്ടോ. ഞാൻ അത്ര ഇങ്ങനെ ഇങ്ങോട്ട് വന്നപ്പം ഐ നെവർ എക്സ്പെക്റ്റഡ് ഹിം. നിങ്ങളൊരു അത്ര കണ്ട് പുള്ളി അങ്ങനെ ഫോളോ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ നിങ്ങളുടെ കണ്ണുകളിൽ ഞാനത് കണ്ടു. അപ്പോൾ അപ്പോഴാണ് ഞാൻ ചിന്തിച്ചു, ഹി ആക്റ്റഡ് ഇൻ സോ മെനി മൂവീസ്. സോ ഫോർ ഹിം യു ആർ എൻ ആക്ടർ. മനസ്സിലായില്ല, നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിലല്ല, ആസ് എ ആക്ടർ, ഒരു ടാലൻറ്റഡ് ഒരു ആക്ടർ എന്നുള്ളത്, നല്ലൊരു അഭിനേതാവ് എന്നുള്ള രീതി, നല്ലൊരു കലാകാരൻ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ അദ്ദേഹത്തെ കാണുന്നതെന്നുള്ളത് നിങ്ങളുടെ കണ്ണിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷെ ഞങ്ങളെപ്പോലുള്ള കുറച്ചുകൂടെ മുതിർന്നു വരുമ്പം നമ്മൾ വേറൊരു ആംഗിളിലാണ് കാണുന്നത്. അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകൾ, ആ ക്രിയേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു ഡയറക്ഷൻസ് ഒന്നും അല്ലായിരുന്നു. മിക്കപ്പോഴും ബാറ്റിൽ ഫീൽഡ്സ് ആണ്. ഈ ബാറ്റിൽ ഫീൽഡിൽ ഒരു സജ്ജീകരിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം വലിയ രീതിയിൽ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊന്നും നിന്നിട്ടില്ല. ഈ കെയിം ഫ്രം എ ഡിഫറെൻറ്റ് ഫീൽഡ് ആൻഡ് വാട്ട് ഈ കുഡ് സി. അമ്ലിയുടെ കാര്യം പറഞ്ഞ കണക്ക് അദ്ദേഹം യുദ്ധമുന്നിൽ നിൽക്കുമ്പോഴും ആർമിയിൽ നിൽക്കുമ്പോഴും അദ്ദേഹം കാഴ്ചകളൊന്നും അദ്ദേഹത്തെ ജസ്റ്റ് കണ്ണിലൂടെ കയറി അങ്ങ് തിരിച്ചു പോകുമല്ല. ഇറ്റ് സ്ട്രൈക്ട് ഇൻ ഹിസ് ഹാർട്ട്. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്ന കണക്ക്, ഞാൻ ഇവിടെ വെച്ചിട്ട് ഹാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും. നമ്മുടെ ഹാർട്ട് എന്നിങ്ങനെ പറയുന്നെങ്കിൽ നമ്മുടെ എവിടെയാണ് അവിടെ സ്ട്രൈക്ക് ചെയ്യുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് അത് ഉൾക്കാഴ്ചകൾ എന്ന് പറയും, മലയാളത്തിൽ പറയുന്ന വാക്ക് കൃത്യമായിട്ട് പറയും ഉൾക്കാഴ്ചകൾ. വെറും കാഴ്ചകളായിരുന്നില്ല, അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ പേസ്റ്റ് ചെയ്ത് കടന്നു. ആൻഡ് ഈ കുഡ് റീപ്രൊഡ്യൂസ് ഇറ്റ്. എനിക്കും ഇങ്ങനെ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച് നിതീഷ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം ഒരുമിച്ച് നടക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ലേറ്റർ ഓൺ ആഫ്റ്റർ ഹിസ് +2 പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഡൗൺ. അപ്പം നമ്മളിരുന്ന ട്യൂട്ടോറിയൽ കോളേജിൻ്റെ കഥകൾ അവൻ വേറെ രീതിയിലൊക്കെ എഴുതുകയാണ്. ഞെട്ടിപ്പോയി. അദ്ദേഹം നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ പോലീസ് ഫോഴ്സിലാണ് ഉള്ളത്, കോട്ടയത്ത് ക്യാമ്പിലാണ്. അപ്പോൾ എഴുതാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ സന്തോഷം തോന്നി. കാരണം ഞാൻ പറഞ്ഞിടാ, ഞാനും നീ കൂടെ അല്ലേടാ ഇതൊക്കെ കണ്ടേ, നിനക്കിങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അന്ന് ചിന്തിക്കാൻ പറ്റി. അന്നേ പക്ഷെ അവനൊരു ടാലൻ്റ് ഉണ്ട്. അവൻ താളവട്ടം സിനിമ കണ്ടിട്ട്, ഞാൻ താളവട്ടം കണ്ടിട്ടില്ല, ഞങ്ങളാരും കണ്ടിട്ടില്ല. അപ്പം താളവട്ടം സിനിമ കണ്ടിട്ട് ക്ലാസ്സിൽ വരുന്ന കഥ പറയും. അപ്പം മോഹൻലാലിനെ അവസാനം ഭ്രാന്തനാക്കാൻ വേണ്ടി കൊണ്ടുവന്ന, ഇലക്ട്രിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതൊക്കെ അവനങ്ങ് അഭിനയിച്ച് കാണിക്കുകയാണ്. സോ കഥ പറച്ചിലൊരു നല്ല ടാലൻ്റ് ഉള്ളൊരു വ്യക്തിയായിരുന്നു. ലേറ്റർ ഓൺ ഹി ബിക്കം എ വെരി ഗുഡ് സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പോൾ അയാൾക്ക് 2012-13 കാലഘട്ടം, ഞാൻ അന്നേരം പ്രാക്ടീസ് ചെയ്യുന്ന സമയമാണ്, ഒരാഗ്രഹം തോന്നി ഈ പറയുന്ന അയാളുടെ ഏതെങ്കിലും ഒരു കഥ ഒരു സിനിമയാക്കണം. അപ്പം ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് അറിയാവുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി. അപ്പോൾ അവർ പറയും ത്രെഡ് പറയും. ഈ ത്രെഡ് എന്ന് പറയുന്ന സംഭവം 1 ലൈനായിട്ട് സ്റ്റോറി പറയണമെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം കുറേ ത്രെഡ് പറയാൻ വേണ്ടി, ഞാൻ പക്ഷേ 2-3 അടുത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ. ഞാൻ മടുത്തിട്ട് പറഞ്ഞാടാ, എനിക്ക് പറ്റുന്നില്ല, എനിക്കറിയാവുന്ന പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു. ലേറ്റർ ഓൺ പക്ഷെ അവൻ വിട്ടില്ല. അവനിങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. പിന്നെ അവൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാൾക്ക് ഒരു സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടി. ഷാഹി കബീർ എന്ന് പറഞ്ഞ്, അയാൾ ജോസഫ് എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തു. അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ ആ ഷാഹി കബീറിലൂടെ അവൻ്റെ ഒരു സ്റ്റോറി ചെയ്യാൻ പറ്റും. അതാണ് ഇലവീഴ പൂഞ്ചിറ എന്നും പറഞ്ഞ് ഒരു പോലീസ് സ്റ്റോറിയാണ് കൂടുതലും. പക്ഷേ നിങ്ങളെല്ലാം കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. അവനങ്ങനെ ഒരു ഓപ്പണിങ് കിട്ടി. സോ ഹാപ്പി. ഞാൻ ഈ ഇലവീഴ പൂഞ്ചിറയും ഹിപ്പോപ്പൊട്ടാമസും അതേപോലെ അവൻ്റെ കുറേ നോവൽസ് ഉണ്ട്.
മിക്കവാറും നമ്മളൊക്കെ തന്നെ എൻ്റെ ക്യാരക്ടേഴ്സും ആയിരിക്കും. അങ്ങനെ ഇതുമായിട്ടൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. അതൊന്നും ആരും മൈൻഡ് ചെയ്തില്ല. പക്ഷേ 8 വർഷങ്ങൾക്ക് ഇപ്പുറം അവൻ്റെ സ്വന്തം കഴിവുകളിലൂടെ അവൻ ആ ഫീൽഡിലേക്ക് എത്തിപ്പറ്റും. സോ ദാറ്റ്സ് എ തിങ്. നമ്മൾ കാണുന്നത് പലതും അവരിലൂടെ കാണുമ്പോൾ അവർ വ്യത്യസ്തമായി കാണുകയും അതെല്ലാം നാളെ അംഗീകരിക്കപ്പെടുവാനുള്ള വലിയ സാധ്യതകളാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് മേജർ രവി സാർ. അദ്ദേഹം കണ്ട കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് ഫുള്ളായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. എങ്കിലും അത് തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തി. 3-4 ഫിലിംസ് അതിൻ്റെ സീരീസ് ഓഫ് ഫിലിം പോലെയായിരുന്നു വന്നത്. അപ്പോൾ ഒരു ആർമിയിലെ സ്റ്റോറീസും അത് വെറുതെ ഇന്നത്തെ മാർക്കോ പോലുള്ള പടമല്ല. ഈ മാർക്കോയെ ഞാൻ വിമർശിക്കുന്നത്, ഞാൻ മാർക്കോ കണ്ടിട്ടല്ല വിമർശിക്കുന്നത്, പക്ഷേ കണ്ടവർ പറഞ്ഞത് ഇറ്റ്സ് എ ഗോർ മൂവി. പക്ഷേ 100 crores പിടിച്ചു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടുക. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ കോമഡി ഫിലിംസ് ആയിരുന്നു ഏറ്റവും ഹിറ്റാവുന്നത്. ചിത്രം പോലെയുള്ളത്, അല്ലെങ്കിൽ പിന്നെ കിലുക്കം പോലെയുള്ളത്, ഇങ്ങനെ കോമഡി മൂവീസാണ് ഹിറ്റാവുന്നതെങ്കിൽ ഇപ്പം ഈ കില്ല് പോലെയുള്ള ഭയങ്കര ഗോർ മൂവീസാണ് ഹിറ്റാവുന്നത്. അപ്പം അത് ജെൻഡർ ഡിഫറൻസും ഇല്ല. ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും ബ്ലഡ് കണ്ടാൽ മതി. അപ്പോൾ ഇതെന്തൊരു കാലാവസ്ഥ, എന്ത് കാലമാണ് നമ്മൾ ഈ പ്രാകൃത മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായ മുന്നോട്ട് പുരോഗമനം എന്ന് പറയുന്നത് എന്താണെന്നറിയാം. പ്രാകൃത മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും